ഇന്ന് 40-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന നയൻതാരയുടെ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. നയൻതാരയുടേതായി ആർക്കും അറിയാത്തതും എന്നാൽ തന്റെ ജീവിതത്തിൽ നയൻസ് അനുഭവിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ ഡോക്യുമെന്ററിയിലൂടെ തുറന്നു പറയുന്നുമുണ്ട്. കരിയറിന്റെ തുടക്കകാലത്ത് താൻ അനുഭവിച്ച ബോഡി ഷേമിംഗ്, കുടുംബത്തിന്റെ സമീപനം, അച്ഛന്റെ ശാരീരിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നവയാണ്. എന്നാൽ അതോടൊപ്പം വിവാദങ്ങൾക്കും ഒട്ടും കുറവില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നയൻതാരയുടെ ഡോക്യുമെന്ററിയിൽ നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ 3 സെക്കൻഡ് ദൈർഘ്യമുള്ള പാട്ടിന്റെ ക്ലിപ്സ് ഉപയോഗിച്ചതിന് 10 കോടി ആവശ്യപ്പെട്ട് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. അതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നയൻതാര ധനുഷിന് ഒരു തുറന്ന കത്തെഴുതിയതോടെ പുതിയ വിവാദങ്ങൾക്കും തുടക്കമായി. 10 വർഷമായി മനസ്സിൽ സൂക്ഷിക്കുന്ന വൈരാഗ്യം കാരണമാണ് ധനുഷ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് നയൻതാര പറയുന്നത്. നല്ല രീതിയിൽ സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഇരുവർക്കുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന അന്താളിപ്പിലായി ആരാധകരും. 2016 നടന്ന ഫിലിം ഫെയറിൽ നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാരയ്ക്കായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം. നാനും റൌഡിദാൻ, കാക്കാമുട്ടൈ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച ധനുഷിന് മികച്ച പ്രൊഡ്യൂസർക്കുള്ള പുരസ്കാരവും ആ വേദിയിൽ ലഭിച്ചിരുന്നു. ആദ്യം പുരസ്കാരം സ്വീകരിക്കാനായി ക്ഷണിക്കപ്പെട്ട ധനുഷ് കാക്കാമുട്ടൈ എന്ന സിനിമയെക്കുറിച്ചും അതിൽ നായികയായി അഭിനയിച്ച ഐശ്വര്യ രാജേഷിനെ കുറിച്ചും വാചാലനാവുകയുണ്ടായി. ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെ കുറിച്ചുള്ള ധനുഷിന്റെ ഓരോ വാക്കും നയൻതാരക്കെതിരെയുള്ള കൊട്ടായിരുന്നു. എന്തെന്നാൽ ആ കാലത്ത് നയൻതാര വിക്കി പ്രണയം കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയായിരുന്നു. ഇവരുടെ പ്രണയം കാരണം ഷൂട്ടിംഗ് നീണ്ടുപോയി എന്നും നിർമ്മാതാവിന് വലിയ തുക നഷ്ടപ്പെട്ടു എന്നുമൊക്കെയുള്ള ഗോസിപ്പുകളും ഉണ്ടായിരുന്നു. കാരണം 6 കോടി ബജറ്റിൽ തുടങ്ങിയ പടം തീർന്നത് 16 കോടിക്കാണ്. സംഭവം തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെ കുറിച്ച് ധനുഷ് പറഞ്ഞ ഓരോ വാക്കും നയൻതാരക്കെതിരെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടായിരുന്നില്ല. തുടർന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വീകരിക്കാൻ വേദിയിലെത്തിയ നയൻതാര പരസ്യമായി ധനുഷിനോട് മാപ്പ് പറയുകയും ചെയ്തു. നാനും റൌഡിദാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് പുരസ്കാരം ലഭിച്ചത്. ഇതിനെ തന്നെ പ്രാപ്തിയാക്കിയ സംവിധായകനും നായകനും അടക്കം ഓരോ ടെക്നീഷ്യനും നയൻതാര നന്ദി പറഞ്ഞു. അവസാനം ധനുഷിനോടൊരു സോറിയും. അദ്ദേഹത്തിന് എന്റെ പെർഫോമൻസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് മാപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നയൻതാര പറഞ്ഞതും വൈറലായി. സ്വാഭാവികമായി ധനുഷിന് വർഷങ്ങൾ കഴിഞ്ഞാലും ദേഷ്യം ഉണ്ടാകുമല്ലോ. അന്ന് ഇരുവരുടെയും പ്രണയം കാരണം നിർമ്മാതാവ് എന്ന നിലയ്ക്ക് തനിക്കുണ്ടായ നഷ്ടം ഇത്തരത്തിലെങ്കിലും തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചതിന് ധനുഷിനെ കുറ്റം പറയാനും പറ്റില്ല. അതുമല്ല, നയൻതാര വിഘ്നേഷ് വിവാഹത്തിൽ പങ്കെടുത്ത ആരെങ്കിലും അത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സ്വന്തമായി വീഡിയോ ഇറക്കിയാൽ നെറ്റ്ഫ്ലിക്സും നയൻതാരയും കേസ് കൊടുക്കില്ലേ? ഇപ്പോൾ നാനും റൌഡിദാൻ എന്ന സിനിമയുടെ നിർമ്മാതാവ് എന്ന നിലയിൽ ധനുഷും അതേ ചെയ്തിട്ടുള്ളൂ. ലേഡി സൂപ്പർ സ്റ്റാർ ആണെങ്കിലും തെറ്റ് ചെയ്താൽ അംഗീകരിക്കുക തന്നെ വേണം.